ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബ്ലൗസിൻ്റെ ഇതുപോലെ ബാക്ക് ഉണ്ടല്ലോ, ഇതുപോലെ ഉണ്ടോ വ്യത്യാസം വരുന്നുണ്ടോ, എങ്ങനെ വ്യത്യാസം വരുന്നത്, അതായത് ഫ്രണ്ട് ഭാഗം ബാക്കിലോട്ട് ഇറങ്ങി വീഴുന്ന ഒരു സംഭവം അതെങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നല്ല യൂസ്ഫുള്ളായ വീഡിയോ ആണ്, എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് നമ്മളൊരു ടേപ്പ് എടുത്തിട്ട് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള അളവ്, ഓക്കെ, ഇവിടം വരെയുള്ള അളവ്, അതിനുശേഷം ഇതിൻ്റെ ബാലൻസ് എടുത്തിട്ട് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള അത് ഇങ്ങനെ വലിച്ചു പിടിച്ചെടുക്കണം കേട്ടോ, ഇങ്ങനെ വരെയുള്ള അളവ്. എന്നിട്ട് അതിൻ്റെ ബാക്കി അപ്പുറത്തെ ഭാഗത്ത് നിന്ന് ഇത് ഭാഗത്ത് നിന്ന് ഇത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള അളവ്, ഓക്കെ. ആ ടോട്ടൽ എത്രയാണോ അത് മനസ്സിലായോ? ഇത് ഈ ഭാഗത്തു നിന്ന് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ ഇങ്ങനെ കറക്റ്റ് നിർത്തിയിട്ട ശേഷം മാത്രം വേണം. അപ്പോൾ അതിൽ എങ്ങനെ അളവെടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു നെക്ക് ഉണ്ടല്ലോ, നെക്ക് വല്ലാണ്ട് ഇങ്ങനെ വരാൻ പാടില്ല, മനസ്സിലായോ? ഇതിപ്പോൾ കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഫോൾഡ് വന്നു, ജസ്റ്റ് ഇങ്ങനെ ഇവിടെ ഒരു ഫോൾഡ് വന്നു, ഇവിടെ ഒരു ഫോൾഡ് വന്നുകൊണ്ടില്ലേ. അത് കൂടുതൽ ചെയ്യുന്നവർ 1, 2, 3 ഫോൾഡൊക്കെ വരും. അപ്പോൾ എന്നാൽ ഇതിങ്ങനെ വല്ലാണ്ട് ഒതുക്കിയും വയ്ക്കാൻ പാടില്ല, അപ്പോൾ അതും ശരിയാവില്ല. അപ്പോൾ നമ്മൾ നോർമലി ഇങ്ങനെ നിവർത്തിയിടാം, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്താൽ കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലായോ? അപ്പോൾ കറക്റ്റായിട്ട് കിടക്കും. ഇങ്ങനെ ആക്കിയാൽ മതി, ഇവിടെ നിന്ന് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിടക്കും കേട്ടോ. എന്നിട്ട് നമ്മളിത് നിവർത്തി വയ്ക്കുക. അപ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ കിടക്കും. എന്നിട്ട് നമ്മൾ ഇവിടം തൊട്ട് ഈ ഒരു പോയിന്റ് തൊട്ട് ഈ ഒരു പോയിന്റ് വരെയുള്ള അളവ് മനസ്സിലാവും. അത് ജസ്റ്റ് ഇങ്ങനെ കറക്റ്റ് എത്രയാണോ വലിച്ചു പിടിക്കുക, അത് വല്ലാണ്ട് ഫോൾഡ് ആവാനും പാടില്ല. എന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് വലിച്ചു പിടിച്ചു, മനസ്സിലായോ? അങ്ങനെ എടുക്കുക. അപ്പോൾ ഈ മൊത്തം ടോട്ടൽ എത്രയാണോ, ബാക്കിലത്തെ ഫുൾ ടോട്ടൽ, ഫ്രണ്ടിലത്തെ 2 ഭാഗത്തെ ടോട്ടൽ, അതിന് മൊത്തം ടോട്ടൽ എത്രയാണോ അതാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് വരുന്നത്. അപ്പോൾ ആ അളവ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ അളവിൻ്റെ കൂടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നമുക്ക് വരേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ മൊത്തം ടോട്ടൽ ഇപ്പോൾ നമുക്കിത് വന്നിരിക്കുന്നത് 40 അഞ്ചിരിക്കാം, 40 ഇഞ്ചാണ് വന്നിരുന്നു വിചാരിക്കാം. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള അളവും, അതുപോലെ തന്നെ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള അളവും, അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള അളവും നമ്മൾ എത്രയാണോ ടോട്ടൽ അത് 40 ആണെന്ന് വിചാരിക്കാം, ഓക്കെ. അപ്പോൾ 40 എടുത്തിട്ടുണ്ട്. ഡിവൈഡ് ബൈ 4 നോക്കുക, എത്രയാണെന്ന് നോക്കാം, പ്ലസ് അതിൻ്റെ കൂടെ 4, ഓക്കെ. അപ്പോൾ എത്ര വരും? അതാണ് നമ്മുടെ ആൻസർ. ഈ കിട്ടുന്ന ആൻസറാണ് നമുക്ക് എന്ത് വരേണ്ടത്, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഇറക്കമായിട്ട് ആസ് എ പേഴ്സൺ, അതായത് ഒരു വ്യക്തിക്ക് ആസ് എ പർട്ടിക്കുലർ പേഴ്സൺ, അത് ഒരു വ്യക്തി 40 ഇഞ്ചിൻ്റെ സൈസുള്ള ആളാണെങ്കിൽ ആ വ്യക്തിക്കുള്ള ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് ഇത്രയും ഇറക്കം കിട്ടണം. അത് കിട്ടാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ബാക്കിലേക്കുള്ള ആവശ്യത്തിനുള്ള ഇറക്കം ഇതിനകത്ത് വരാത്തത് കൊണ്ടാണ് നമുക്കിത് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ടേക്ക് ഇറങ്ങി വന്നത്, മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇതിലകത്ത് എത്രത്തോളം കണ്ടോ, നമ്മളിത് ഇടുമ്പോൾ ഇട്ട ബ്ലൗസിൽ മാത്രമാണ് ഈ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ആദ്യമായി തയ്ച്ച ഒരു ബ്ലൗസ് വെച്ചത് അത് ഇട്ടിട്ടില്ല എങ്കിൽ അതിൽ ഈ ഒരു ഡിഫറൻസ് ആ വ്യക്തിയുടെ ബോഡി ലാംഗ്വേജിൽ അതിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, ആ ഒരു ബ്ലൗസിൻ്റെ പെർഫെക്ഷൻ എവിടെയാണ് കുറവ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇട്ടിട്ടുള്ള ബ്ലൗസിൽ മാത്രമാണ് ഈ ഒരു ട്രിക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, ഓക്കെ. തിയറി പ്രകാരം നമുക്കിപ്പോൾ എത്രയാണ്, 40 ഡിവൈഡ് ബൈ 4 10 പ്ലസ് 4 എന്ന് വരുമ്പോൾ 14 വരേണ്ടത്, മനസ്സിലായോ? 14 ഇഞ്ചാണ് ഇവിടം തൊട്ട് ഇവിടം വരേക്ക് വരേണ്ടത്. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഈ 14 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് 3/4 ഇഞ്ച് ഇടണം കേട്ടോ, അത് വേറെയാണ്. തയ്യൽ തുമ്പ് സീം എലവൻസ് നമ്മൾ എക്സ്ട്രാ ആണ് ഇടുന്നത്. തയ്ച്ച ബ്ലൗസിൽ നിന്ന് അളവെടുത്ത് തയ്ക്കുന്ന രീതിയാണ് നമ്മൾ പറഞ്ഞത്. ചെസ്റ്റിൻ്റെ അളവ് 40 ആണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് 36 ആണെങ്കിലും ഡിവൈഡ് ബൈ 4 പ്ലസ് 4, അതിപ്പോൾ 38 ആണെങ്കിലും ഇതേപോലെ തന്നെ ഡിവൈഡ് ബൈ 4 പ്ലസ് 4, അത് എത്രയാണോ കിട്ടുന്നത് ആ ആൻസറാണ് നിങ്ങൾക്ക് ഇവിടം തൊട്ട് ഇവിടം വരെ എടുക്കേണ്ടുന്ന അളവ്. എന്നിട്ട് ഇതുപോലെ നമ്മൾ എടുത്തിട്ട് ഒരു പ്രാവശ്യം തയ്ച്ച് നോക്കാം.
അപ്പോൾ ഒരു വ്യക്തിക്ക് ഡ്രസ്സ് തയ്ച്ചു കൊടുക്കണേക്കാട്ടിലും മുമ്പ് അല്ലെങ്കിൽ അവരവർക്ക് തയ്ക്കുന്ന സമയത്തിന് മുമ്പ് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഒരു തയ്ച്ചൊരു ബ്ലൗസിൻ്റെ ഇപ്പം കാണിച്ച ഈ അളവുകൾ നമ്മളിപ്പോൾ കാണിച്ചല്ലോ, ബാക്ക് പാർട്ടിൻ്റെ ഫ്രണ്ടിലത്തെ 2 ഭാഗത്തിൻ്റെയും നമ്മൾ ടോട്ടൽ എത്രയാണോ അത് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്ത ശേഷം /4 എടുക്കുക, +4 എടുക്കുക. അപ്പോൾ ആ ആൻസറാണ് നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ ബ്ലൗസിന് ബാക്കിൽ ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത്. ആ അളവ് കറക്റ്റായിട്ട് എടുത്ത് പ്ലസ് അതിൻ്റെ കൂടെ സീം അലവൻസ് ആയിട്ട് 3/4 ഇഞ്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്ലൗസിൽ ഇതുപോലെ ബാക്ക് പാർട്ടിലേക്ക് ഫ്രണ്ട് പാർട്ട് ഇറങ്ങി വീഴില്ല. ഇപ്പോൾ ഫ്രണ്ട് പാർട്ട് ഇപ്പോൾ ബാക്കിലേക്ക് ഇത്രത്തോളം ഇറങ്ങി വീണിട്ടുണ്ട്. മനസ്സിലായോ? എടുത്തിരിക്കുന്ന അളവിൽ കേട്ടോ, ഒരു 1/4 ഇഞ്ചോളം, കഷ്ടി 1/4 ഇഞ്ചോളം നമുക്ക് ഇറങ്ങി വീണിട്ടുണ്ട്. അത് നമുക്ക് തയ്ച്ച് ഇട്ട ഒരു ഡ്രസ്സിൽ മാത്രമാണ് ഈ ഒരു ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ തയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങനെ നമുക്ക് ഏതെങ്കിലും ബ്ലൗസിൽ ഇങ്ങനത്തെ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ബാക്ക് പാർട്ട് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് ഫ്രണ്ട് പാർട്ടിൻ്റെ ഭാഗം ബാക്കിലോട്ടാണ് ഇറങ്ങി വീണേക്കുന്നത് കേട്ടോ. ഫ്രണ്ട് ഭാഗത്താണ് ബാക്കിലോട്ട് ഇറങ്ങി വീണത്. അപ്പോൾ ബാക്ക് പാർട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഇറക്കം കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഇറക്കം 1/4 ഇഞ്ചും കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ഭാഗം എടുക്കാനായിട്ട്.